ക്കുന്നത് കൊടുക്കുക. ഭൂതയജ്ഞം, ഇതാണ് പഞ്ചമഹായജ്ഞങ്ങൾ. ഇതിൻ്റെ പ്രയോജനം എന്താണെന്നുള്ളത് ഇത്രയും കേട്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ സമാജത്തെ നിലനിർത്തുന്നത് ഈ കൊടുക്കൽ വാങ്ങലും യജ്ഞവുമാണ്. ഇത് ശ്രദ്ധിക്കുക. ലളിതാ സഹസ്രനാമങ്ങൾ നിത്യവും പാരായണം ചെയ്യുന്ന വ്യക്തികൾക്കും ഗൃഹങ്ങൾക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് മുതൽ 180 ദിവസം മുടങ്ങാതെ ദിവസവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക. ഇന്ന് മുതൽ. പോട്ടെ, രാത്രിയായി സ്വാമി, എന്നാ നാളെ മുതൽ. നാളെ നീണ്ടു പോകരുത്. നാളെ എന്ന് പറഞ്ഞാൽ നാളെ, അതായത് ഇത് പേരാ ഡേറ്റ് എന്ന് 5 ഡിസംബർ 6 അല്ലേ? ഡിസംബർ 6 നാളെ. ഡിസംബർ 6 പറ്റിയത്. അപ്പൊ ഡിസംബർ 6 മുതൽ, അതായത് നാളെ എന്നുള്ള അർത്ഥത്തിലാണേ പറഞ്ഞത്, വേറൊരു അർത്ഥത്തിലല്ലേ. ലളിതാ സഹസ്രനാമം ദിവസവും പാരായണം ചെയ്യുക, മുടക്കരുത്. കഴിയും വീട്ടിലെല്ലാ അംഗങ്ങളും ഒത്തിരിക്കുക. എല്ലാവർക്കും വായിക്കാൻ അറിയില്ലേ? വായിക്കാൻ അറിയുന്നവർ വായിക്കുക, ബാക്കിയുള്ളവർ കേൾക്കുക. 180 ദിവസം മുടക്കരുത്. എന്നിട്ട് എന്തെങ്കിലും മാറ്റം നമ്മുടെ കുടുംബത്തിലും വ്യക്തിയിലും സാമ്പത്തിക സ്ഥിതിയിലും വീട്ടിലെ ശാന്തിയിലും സമാധാനത്തിലും വൈയക്തിക ബന്ധങ്ങളിലും ഉണ്ടോ എന്ന് നിരീക്ഷിക്കുക. എന്നിട്ട് ചിദാനന്ദപുരി സ്വാമിക്ക് ഒന്ന് അറിയിക്കുക. അല്ലാണ്ട് അങ്ങോട്ട് പറഞ്ഞു തരാൻ പോകുന്നില്ല. കാരണം നീ തൊട്ടാ പൊള്ളൂ ഇല്ല, അല്ല തൊട്ട് നോക്കടേ, അല്ലാണ്ട് എനിക്ക് പറയാൻ പറ്റുമോ? പഞ്ചസാര നാവിൽ വെച്ചാൽ മധുരം ഉണ്ടാവോ ഇല്ലയോ? എനിക്കറിയില്ല. നീ നാവിൽ വെച്ച് നോക്ക, ചെയ്ത് മാൻ തന്നെ നോക്ക. ഇന്ന് മുതൽ ചെയ്യൂ, അല്ലെങ്കിൽ നാളെ മുതൽ ചെയ്യൂ. 180 ദിവസം മിനിമം. അതിൽ കുറയരുത്. എന്നിട്ട് ഒരു മാറ്റവും ഇല്ലേ, മേലിൽ നിങ്ങൾ ചെയ്യണ്ട. ചലഞ്ചാണ്. ഇന്നിപ്പോൾ എല്ലാം ചലഞ്ചാണല്ലോ അല്ലേ? ഇഡലി തീറ്റ ചലഞ്ച്, അങ്ങനെയൊക്കെയല്ലേ? ഓരോന്നും ചലഞ്ചിന്റെ കാലാപ്പം. അതുപോലെ ഇതൊരു ചലഞ്ചാണ്. ഇത് 1000കണക്കിന് പേര് ഏറ്റെടുത്തിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോണ സമയത്ത് പലരും നമ്മളോട് പറയുന്നു, സ്വാമി പറഞ്ഞില്ലേ 180 ദിവസം നാമം ജപിക്കാൻ, ഞാനത് ഏറ്റെടുത്തു. എന്നിട്ട് സ്വാമി വീട്ടിൽ ശാന്തി സമാധാനമാണ്, എൻ്റെ ജീവിതം സമാധാനപൂർണ്ണമായി. 100 കണക്കിന് പേരാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു സുഖ. കഴിഞ്ഞ ദിവസങ്ങളും തിരക്കിട്ട് ഓടുക അവസരം ഒരു അമ്മ വന്ന് പിടിച്ചടച്ചു. ഞാൻ വെച്ചത് നമ്മൾ തിരക്കുണ്ട് പോകാൻ വേണ്ടിയിട്ട്. അതൊക്കെ ശരി, ഞാൻ പറഞ്ഞത് കേൾക്കണം. സ്വാമി ആ ഒരു നാമജപ ചലഞ്ച് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു. എന്നിട്ടോ എന്താണ്ടായത്? ഞാൻ തുടങ്ങി സ്വാമി, എന്നിട്ട് എന്തായി? സ്വാമി ഞാൻ 5 മാസം കഴിഞ്ഞു, 6 മാസം ആയിട്ടില്ല, 180 ദിവസം ആയിട്ടില്ല. പിന്നെ എന്തിനാ എന്നോട് പറയണത്? അല്ല സ്വാമി ഇപ്പൊ തന്നെ വലിയ മാറ്റാണ് വീട്ടിൽ കൂടെ ഉള്ള ആള് മദ്യപിച്ച് ലഹള കൂടുമായിരുന്നു, എന്നിട്ട് അത് നിർത്തി. ഇപ്പൊ ശാന്തിയുള്ളൊരു അന്തരീക്ഷമാണ് വീട്ടിലുള്ളത്. ശരി, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് റിപ്പോർട്ട് പറഞ്ഞാൽ മതി. 180 ദിവസം ആവട്ടെ, ചെയ്യുക, വേറെ വഴിയില്ല. ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർ നിർബന്ധമായും പാലിക്കേണ്ട ആചരണങ്ങൾ എന്തൊക്കെയാണ്? വ്രതശുദ്ധി പാലിക്കുക. നിങ്ങളുടെ ഈ പ്രദേശത്തെ ഗുരുസ്വാമിയോട് ചോദിച്ചിട്ട് അതുപോലെ ചെയ്തോളൂ. എന്തിനാ സമയം വൈകിക്കൊണ്ടാണ്, വേറെ ഒന്നുകൊണ്ടല്ല. പിന്നെ ഇപ്പൊ പറഞ്ഞതൊന്ന് ഉറപ്പിക്കുക, ഭണ്ഡാരത്തിൽ ഇടരുത് പൈസ. അതുകൊണ്ട് കദളിപ്പഴവും സ്വാമിക്ക്, നെയ്യഭിഷേകം സ്വാമിക്ക് പറയാനാണ് അവിടെ ഇല്ല. പിന്നെ വെറ്റിലടയ്ക്ക സ്വാമിക്ക്, കർപ്പൂര ദീപം സ്വാമിക്ക്, കാണിപ്പണവും തെറ്റി അതില്ല, ബാക്കിയൊക്കെ സ്വാമിക്ക്. കാണിപ്പണം നാട്ടിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ, മുജ്ജന്മങ്ങളിലെ കർമ്മദോഷങ്ങളും ഈ ജന്മത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള കർമ്മദോഷങ്ങളും ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആളുകൾക്ക് പരിമിതമായിട്ടുള്ള സാധനാക്രമങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും നല്ലപോലെ ജപം ചെയ്യുക, നല്ലപോലെ മന്ത്രോപാസനകൾ ചെയ്യുക, ആവുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുക. വിശക്കുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കുക, രോഗിക്ക് ഔഷധം കൊടുക്കുക. നമ്മുടെ സഹോദരങ്ങൾ ധാരാളം കഷ്ടപ്പാടുമായിട്ട് ചുറ്റുപാട് കാണുമ്പോൾ നമ്മളെ കഴിയുന്ന സേവ ചെയ്യുക. ഒന്ന്, ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം അനുഭവിക്കുന്നവരുടെ അടുത്ത് പോകുക, 2 വർത്താനം പറയുക, ഒന്ന് പുറം തൊട്ട് തലോടുക, നല്ല വാക്കുകൾ പറയുക, ഒന്ന് ചിരിച്ചൂടെ?
ആ ചത്തുപോയി വെണ്ണീറാവണ സാധനമല്ലേ. പിന്നെ ഇങ്ങനെ എന്താ പറയണത്, മസിലും പിടിച്ചിരിക്കുന്നത് എന്തിനാ? ഒന്ന് ചിരിച്ചൂടെ ഇല്ലേ? ഒരു കാര്യം ചെയ്യും, ബാക്കിയൊക്കെ ഒന്നും നിങ്ങൾ ഇതുവരെ പറഞ്ഞ ഒന്നും അനുസരിച്ചില്ലെങ്കിൽ ഒന്ന് ചെയ്യൂ ദയവ് ചെയ്തിട്ട്. ഒരു മാസത്തിലൊരു ദിവസം നമ്മളെ ചുറ്റുപാട് 2-3 വീട്ടിലെങ്കിലും വെറുതെ ഒന്ന് കയറുക. എന്തൊക്കെയാ വർത്താനം? നിങ്ങൾ എന്താ വന്നത്? ഒന്നുമില്ല, പണ്ടൊക്കെ നമ്മൾ അങ്ങനെയല്ലേ, വീടുകളിൽ പോയി ലോഹ്യം പുതുക്കാറുണ്ടായില്ലേ, അതുപോലെ വന്നു. ചായ വേണോ? വേണ്ടെങ്കിലും വേണമെന്ന് പറയാം. എന്നൊന്നൊക്കെ വാങ്ങി കുടിക്കുക. വരൂ കേട്ടോ, എൻ്റെ വീട്ടിലേക്കും വരൂ എന്ന് പറയാം. ആ ഒരു സ്നേഹബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിക്കുക. എത്ര മാറ്റം വരുന്നറിയാം നമ്മുടെ സമൂഹത്തിൽ. ഇതിപ്പോൾ ഓരോരുത്തർക്ക് പൊങ്ങച്ചാണേ, മുണ്ടില്ല. ട്രെയിനിലൊക്കെ ഈ കൂട്ടത്തിൽ നോക്കും, ഒരു 10-30 കൊല്ലം ഇവിടുന്ന് ഒരു മുമ്പ് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെ ട്രെയിനിൽ യാത്ര ചെയ്തവരെന്ന് പറയൂ, ഒരു 5 കൂട്ടുകാരെങ്കിലും ഉണ്ടാവില്ലേ കോഴിക്കോട് എത്തുമ്പോഴത്തേക്ക്? ഇപ്പോഴാ മുണ്ടൂല. അങ്ങനെ ഇതിങ്ങനെ മൊബൈൽ ഫോൺ ആക്കിക്കൊണ്ടിരിക്കുക. വേണ്ടാത്ത എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കും. അടുത്തിരിക്കുന്ന അവിടെ ഒന്ന് വർത്താനം പറഞ്ഞൂടെ? എന്താ കുഴപ്പം? ഇതിനേക്കാൾ കഷ്ടമാണ് വിമാനത്തിൽ മുണ്ടൂല. ഞാൻ ഒരാളെയും വിടാറില്ല. 2 ഭാഗത്തുള്ളവരെ മുമ്പിലിരിക്കുന്നവരൊക്കെ ഞാൻ വർത്താനം പറയും. എന്തൊക്കെയാ വർത്താനം? എവിടെയാ വീട്? സുഹൃത്ത് എന്തൊക്കെയാ? എന്തിനാ പോണത്? എവിടെയാ? എന്താ? സ്വാമി ഒരു സമാധാനം കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ഇത് മനസ്സിലായില്ലേ, ഇനി നിങ്ങളിത് തുടരണം കേട്ടോ. തമാശ പറയല്ല, ഇത് വെറുതെ അടക്കി വെച്ചിരിക്കുക. നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ തന്നെ എന്ത് സുഖമുണ്ട്. ഇത് ആരോടും മിണ്ടാത്തൊരവസ്ഥയാണ്. ഇവിടെ രാമായണത്തില് ശ്രീരാമചന്ദ്രനെ പല പ്രാവശ്യം വാൽമീകി ചെയ്തൊരു വിശേഷണമുണ്ട്. 1 പ്രാവശ്യം 2 പ്രാവശ്യം 10 പ്രാവശ്യം അല്ല. പൂർവാഭിഭാഷി. രാമന്റെ പര്യായങ്ങളിൽ വാൽമീകി ഏറ്റവും ഉപയോഗിച്ച ഒന്നാണ് പൂർവാഭിഭാഷി. ഏത് സദസ്സിൽ ചെന്നാലും ആദ്യം വർത്താനം പറയുന്നതാണ്. എന്തൊക്കെയാ വർത്താനം? എന്ത് നഷ്ടപ്പെടാനാ നമുക്ക്? അവരെന്നോട് പറയട്ടെ, എന്നിട്ട് പറയാം. എന്റെ പേര് അവൻ ചോദിച്ചാൽ ഞാൻ അവന്റെ പേര് ചോദിക്കും. എന്തിനാ ആവശ്യം? എന്തിനാണിതേക്കോ? ഒന്ന് തുറന്ന് സംസാരിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞു, ഒന്ന് കെട്ടിപ്പിടിച്ച് എന്തൊരു സുഖമുണ്ടില്ലേ? എന്തൊക്കെ അലിഞ്ഞു പോകുന്നറിയോ? ചിലർക്കൊക്കെ നമ്മളുടെയൊക്കെ വലിയ ദേഷ്യമായിരിക്കും. ഞാനത് എന്നൊക്കെ പറഞ്ഞാലോ, ഒന്ന് ഒടുക്കി കിട്ടിയാൽ വലിയ വർഗീയവാദി, മഹാഭീകര വർഗീയവാദി, അത് ഇത്. ഒരു 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു പ്രശ്നമാണ്. സ്വാമിനെ ഞങ്ങൾ ഇങ്ങനെ നല്ല കരുതി കേട്ടോ. നിങ്ങളുടെ അങ്ങനെ കരുതാൻ ആര് പറഞ്ഞു? ഞാൻ ചോദിക്കും. എൻ്റെ അടുത്ത് നിങ്ങൾ എടുത്തോ. പൂർവാഭിഭാഷയാണ്. അതിന് ശ്രമിക്കുക. എന്നാൽ തന്നെ ഒരുവിധം പാപങ്ങളൊക്കെ തീരും. ഇത് കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, എന്താ ചെയ്യാ? മാറ്റി വെക്കുക. ഇനി പ്രഭാഷണങ്ങളില്ലേ? ഇല്ല, ഉണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കുക. എന്താ സമ്മതമല്ലേ? ആർക്കും വിരോധം തോന്നില്ലല്ലോ. 1 മണിക്കൂറേ സംസാരിക്കൂ എന്നൊക്കെ വീരവാദം പറയണ്ടാ വന്നതേ. ഇപ്പൊ തന്നെ കുറെ ആയില്ലേ? എത്രയായി? 1.5 മണിക്കൂർ കഴിഞ്ഞില്ലേ? സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധിക്ക് അനേക പര്യായങ്ങളുണ്ട്, അർത്ഥങ്ങളുണ്ട്. ആത്മാന്നൊരർത്ഥമുണ്ട്. സമാധീയന്തേ ചിത്തവൃത്തയഃ യസ്മിൻ. യാതൊന്നിലാണോ സകല വൃത്തികളും സമീകരിക്കപ്പെടുന്നത്, ആ ആത്മസ്വരൂപത്തിന് പറയുന്ന പേരാണ് സമാധി. ഒരർത്ഥത്തിൽ. മറ്റൊരർത്ഥത്തിൽ ഏതവസ്ഥയിലാണോ നമ്മുടെ അങ്ങുമിങ്ങും ചിന്നിച്ചിതറിപ്പോകുന്ന വൃത്തികളെല്ലാം നിയന്ത്രിക്കപ്പെട്ട ഒരാശ്രയത്തിൽ കാറ്റില്ലാത്തടത്ത ദീപം പോലെ ഏകധാരയായി നിലകൊള്ളുന്നത്, ഏകാഗ്രതമമായ അവസ്ഥ. ധ്യാനേ പരിത്യജ്യ ക്രമാധ്യേയൈക ഗോചരം നിവാതദീപവചിത്തം സമാധിരഭിധീയതേ. ധ്യാതാവ്, ധ്യാനം തുടങ്ങിയ വ്യത്യാസങ്ങളൊക്കെ പോയി ഒരൊറ്റ തത്വത്തിൽ കാറ്റില്ലാത്തിടത്ത വിളക്ക് പോലെ അന്ധകരണം ഉറച്ചു നിൽക്കുന്ന അവസ്ഥ, അതിനാണ് സമാധി എന്ന് പറയുക. നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വികല്പങ്ങളും ഒടുങ്ങിയാലേ സമാധിയാവുള്ളൂ. അതാണോ ഇതാണോ, അവിടെയാണോ ഇവിടെയാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, എല്ലാ വികല്പങ്ങളും ഒടുങ്ങിയത് നിർവികൽപ്പം. ഇവ തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇല്ല. ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മത്തിന്റെ ആളല്ല എന്ന് പറയുന്നത് ശരിയാണോ? പറയുന്നവർക്ക് ശരിയാണ്, പറയുന്നവർക്ക് ശരിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ അനാദ്യ അനന്തമായ ആർഷ പരമ്പരയുടെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഋഷിശ്രേഷ്ഠനാണ്.
പോയി ഗുരുദേവൻ ഹിന്ദു അല്ല എന്നൊക്കെയാ പന്ന് പറയണത്. ഗുരുദേവൻ മതം മാറാൻ നിന്ന അക്കാലത്ത് തെക്കൻ കേരളത്തിൽ മതം മാറാൻ നിന്ന ജാതിയുടെ ഉച്ചനീചത്വങ്ങളുടെ ക്ലേശം കൊണ്ട് മനുഷ്യനായി തീരാനെങ്കിലും വേണ്ടി മതം മാറാൻ നിന്നവരോട് പറഞ്ഞു, നിങ്ങൾ മതം മാറുന്നുണ്ടെങ്കിൽ ശുദ്ധമായ ഹിന്ദു മതത്തിലേക്ക് മതം മാറും. ഇതിൽ എന്താ വേണ്ട? ഗുരുദേവൻ 30-ലധികം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. ഒറ്റ പള്ളി അല്ലട്ടോ, 30-ലധികം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു. എഴുതിയത് മുഴുവൻ വേദാന്ത ഗ്രന്ഥങ്ങളും വൈദിക ഗ്രന്ഥങ്ങളും ധാർമ്മിക ഗ്രന്ഥങ്ങളുമാണ്. ജീവിതകാലത്ത് ഗുരുദേവൻ ചെയ്ത പ്രസംഗങ്ങൾ മുഴുവൻ വൈദിക ശാസ്ത്ര സാരങ്ങളാണ്. ഇതൊക്കെ എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയുന്ന വിഷയങ്ങളാണ്. പിന്നെ കുറച്ചു പേര് വന്ന് ഗുരുദേവൻ സനാതനധർമ്മി അല്ല എന്ന് പറഞ്ഞാൽ അല്ലാന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇവിടെ പോയിട്ട് മാർക്കം കൂടിയിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അത് പറഞ്ഞാൽ മതി, വിവരമില്ലാത്ത ആളെ പോലെ പറഞ്ഞാൽ മതി. അത് കണ്ടിട്ട് ഇവിടെ മറ്റേ മാമോദീസ മുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയാ. കഴിഞ്ഞു, പ്രശ്നം കഴിഞ്ഞു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും പ്രധാന ഘടകം അല്ലെങ്കിൽ ഘടകം അല്ലേ, 3 ഘടകം, 3 പോട്ടെ. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും പ്രധാനം എന്തൊക്കെ ഓർമ്മിക്കണ്ടേ? അറിയാത്തോണ്ട് ചോദിക്കുക, എന്താ ഓർമ്മിക്കണ്ടേ? മറവി വേണ്ടേ? മറവില്ലെങ്കിൽ ജീവിക്കാനാവില്ല. നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം മറവിയാണ്. മറവിയില്ലായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഒരു ദിവസം 2 ദിവസമൊന്നും കുഴപ്പമില്ല, 3-ാം ദിവസം ആകുമ്പോൾ വട്ടാവും. അതുകൊണ്ട് നമ്മളെ സിസ്റ്റത്തിൽ സ്വാഭാവികമായി ഡിലീറ്റ് ചെയ്യേണ്ടതിനെ ഡിലീറ്റ് ചെയ്യുന്ന മെക്കാനിസം ഉണ്ട്. അതിനെങ്ങനെ ബിന്നിലേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും, റീസൈക്കിൾ ബിന്നിലേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും. കുറച്ച് ദിവസം അവിടെ കിടന്ന് അവിടുന്ന് പെർമനന്റ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ബ്രെയിനിലുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ മത്തസ്മൃതജ്ഞാനം അപോഹനം ച, ജ്ഞാനവും ഓർമ്മയും മറവിയും എന്നിൽ നിന്നാണ്. അപ്പൊ ഓർമ്മിക്കേണ്ടത് എന്താന്ന് ചോദിച്ചത് വെറുതെ അല്ല. ഏത് വിഷയമാണോ ഓർമ്മിക്കേണ്ടത് അതിനെ പ്രേമിക്കുക, അല്ലെങ്കിൽ വെറുക്കുക. രണ്ടായാലും ഓർമ്മയിലുണ്ടാവും. മനസ്സിലായില്ല? ഒരു കുട്ടി പറഞ്ഞു, സ്വാമി പഠിച്ചതൊന്നും ഓർമ്മയിലില്ല സ്വാമി, തീരെ മറവിയാണ്. ഞാൻ പറഞ്ഞു, കുട്ടപ്പ സാരല്ലേ എന്നേ, നീ അവസാനം കണ്ട സിനിമ ഏതാ? ഇന്ന സിനിമയുണ്ട്. അതില് ആരാ പ്രധാന നടനാരാ? അത് മോഹൻലാലാ സ്വാമി. നടി ആരാ? നടി എന്തോ ഒരു പേര് പറഞ്ഞു, എന്തോ പേരാണ്, പേര് മറന്നു. ഞാൻ മറന്നു, എനിക്കൊരു വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട്, എനിക്ക് അതിനോട് വലിയ പ്രേമമില്ലാത്തതുകൊണ്ട് അത് മറന്നു. എന്താ ഇതിൻ്റെ കഥ? അസലായിട്ട് പറഞ്ഞു തന്നു. അത് എത്ര പാട്ടുണ്ട്, ഇത്ര പാട്ടുണ്ട്, എന്തൊക്കെ ഉണ്ട്, എല്ലാം പറഞ്ഞു. നിനക്കാ മറവി? എടാ, അന്ന് നീ കണ്ട സിനിമേന്റെ ഒരു ചെറിയ അംശം പോലും നീ മനസ്സിലാക്കി ഓർമ്മിച്ചിട്ടുണ്ട്. പിന്നെ നീ മറവി എന്ന് പറഞ്ഞ കള്ളത്തരം പറയാ. അപ്പൊ പഠിക്കുന്നതിനോട് പ്രേമല്ല, അതിന് പ്രേമം സിനിമയോട്, അത് ഓർമ്മിച്ചു. അത് മറവിയാണോ? അവന് അവിടെ എന്തിനെയാണോ നിങ്ങൾ ഓർമ്മിക്കണം എന്ന് വിചാരിക്കുന്നത് അതിനെ പ്രേമിക്കുക, അല്ലെങ്കിൽ വെറുക്കുക, എന്നാലും ഓർമ്മ ഉണ്ടാവും. കാരണം ഏറ്റവും വലിയ ശത്രുവിനെയാണ് അധികം നമ്മൾ ഓർമ്മിക്കുക, അല്ലേ? ശരിയല്ലേ? അല്ലേ? അപ്പൊ നല്ലത് പ്രേമിക്കുക. നിങ്ങൾ എന്ത് ഓർമ്മിക്കണം എന്ന് വിചാരിക്കണോ അതിനെ പ്രേമിക്കുക. അപ്പൊ മറക്കില്ല, വേറൊരു വഴിയില്ല. ഭാരതീയർ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന 5 പ്രധാന വ്യക്തികൾ. അയ്യോ ഭഗവാനെ, 5 ഒതുക്കിയ ഭാഗ്യം. ഭാരതത്തെ സംഗ്രഥനം ചെയ്യുന്നതിൽ ഏറ്റവും പരിശ്രമിച്ചതാണ്. സംഗ്രഥനം എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ. ആരാണ്? ശങ്കരാചാര്യസ്വാമികൾ. ശങ്കരാചാര്യസ്വാമികൾ ഇല്ലായിരുന്നെങ്കിൽ നാഷണൽ ഇന്റഗ്രേഷൻ എന്നുള്ളത് ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ സകല ശാസ്ത്രങ്ങളെയും നമുക്ക് ലൗകികർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നതാര്? വ്യാസഭഗവാൻ. നമ്മുടെ ധർമ്മസങ്കല്പത്തിന്റെ അടിത്തറ സാഹിത്യത്തിലൂടെ, കലയിലൂടെ, ശാസ്ത്രങ്ങളിലൂടെ എല്ലാം ആവിഷ്കൃതമാകുന്നതിന് മൂലമായ കൃതി തന്നതാര്? വാൽമീകി.
ഇല്ലേ? ശരിയല്ലേ? ആർക്കെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഞാൻ ആദ്യം 3 പറഞ്ഞാൽ വാൽമീകി, വ്യാസൻ, ശങ്കരാചാര്യർ എന്ന് പറയും. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് ഇഷ്ടമുള്ളവരെ കൊടുത്തു. ബാക്കി 14 വേണമെന്നൊന്നും പെട്ടെന്ന് അങ്ങോട്ട് തോന്നുന്നില്ല. ഇവരെ 3 എന്തായാലും വേണം. വേണ്ടേ? വേണ്ടതാണ്. ശരി. കുറച്ച് ആരാണ് വിശ്വകർമാവ്? വിശ്വത്തെ മുഴുവൻ സൃഷ്ടിച്ച ഭഗവാൻ തന്നെയാണ് വിശ്വകർമാവ്. ശൈവമതക്കാർ പറയുന്ന മഹേശ്വരനാണ് എല്ലാറ്റിൻ്റെയും നാഥനെന്ന്. വൈഷ്ണവർ പറയുന്നു മഹാവിഷ്ണുവിൽ നിന്നുമാണ് സർവ്വം ഉണ്ടായതെന്ന്. ബ്രഹ്മാവിനെ ആരാധിക്കുന്നവർ എല്ലാം ബ്രഹ്മമയമാണെന്ന്. സർവ്വസൃഷ്ടികളും ബ്രഹ്മാവിൻ്റെ നിന്ന്. അതുപോലെ തന്നെ ശാക്തേയ ഉപാസകന്മാർ പറയുന്ന എല്ലാ സർവശക്തിയായ പരാശക്തിയായ അമ്മയിൽ നിന്നാണെന്ന്. എന്നാൽ വിശ്വകർമാചാര്യന്മാർ പറയുന്ന എല്ലാറ്റിനെയും ഒരു വിരാട് വിശ്വകർമ്മ ദേവനാണെന്ന്. അവരിൽ കൂടിയാണ് ത്രിമൂർത്തികൾ മുതൽ സർവ്വചരാചരങ്ങളും ഈ പ്രപഞ്ചം തന്നെ ഉണ്ടായത്. ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെ ശരിയാണ്, ഒന്നും തെറ്റല്ല. 1990 നമ്മൾ കുളത്തൂരെത്തിയത്. 90 ജൂലൈയിൽ. അപ്പോൾ അവിടെ അന്ന് അദ്വൈതാശ്രമം സ്ഥാപിച്ചിട്ടില്ല. അദ്വൈതാശ്രമം 92. അപ്പോൾ അവിടെ കുളത്തൂർ ക്ഷേത്രത്തോടനുബന്ധിച്ച് താമസിക്കുക. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പരിചയമായി വരുന്നേ ഉള്ളൂ. വലിയ പരിചയമായിട്ടില്ല. അങ്ങനെ കാരണം അക്കാലത്തൊരു യുവസന്യാസി വന്നിട്ടുണ്ട്. അന്ന് യുവസന്യാസിയായിരുന്നു. യുവസന്യാസി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ കാണാൻ വരും, വർത്താനം പറയും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരാള് ഒരു കടലാസ് ഇങ്ങനെ ചുരുട്ടി, ഇപ്പോഴും ഓർമ്മയുണ്ട്, ചുരുട്ടി റോളാക്കിയിട്ടൊരു ഒരു പേപ്പർ തന്നു. സ്വാമി, ഇത് ഉണ്ണികൃഷ്ണൻ വന്നാൽ കൊടുക്കണം. ഏത് ഉണ്ണികൃഷ്ണൻ? അതയാൾ പറയും. ശരി, ഞാൻ കൊടുക്കാം കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞു. നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാൾ വന്നു. ആരാ വന്ന? ശങ്കരൻ. സ്വാമിജി, എനിക്ക് തരാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു തന്നിട്ടുണ്ടോ? എന്നാൽ അയാൾ റോളായിട്ട് പേപ്പർ തന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ഓർമ്മിക്കും. അങ്ങനെ ഇല്ല. ആരും തന്നു? ഇല്ലല്ലോ, ഒന്നൊന്നുമില്ല. ഇല്ലല്ലോ, ഞാൻ പോട്ടോ. പോയി. കുറച്ചേരം കഴിഞ്ഞ് ഇയാൾ വീണ്ടും വന്നു. സ്വാമി, എനിക്ക് തരാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, പിന്നെയും തന്നില്ല. അല്ല, അതിന് ശേഷം തന്നോന്ന് അറിയാനാ? ഇല്ല, തന്നിട്ടില്ല. ശരി, അയാൾ പോയി. 3ാമതും വന്നു. തന്നോ സ്വാമി? ഇല്ലെന്നേ. ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ കള്ളം പറയാറില്ല, സത്യം പറയാതിരിക്കാറുണ്ട്. എൻ്റെ പ്രധാന പരിപാടി സത്യം പറയാതിരിക്കുക. ഞാനൊക്കെ സത്യം വിളിച്ചു പറയാൻ തുടങ്ങി ആയിരക്കണക്കിന് കുടുംബങ്ങൾ നശിക്കും. നിങ്ങൾ മനസ്സിലായിക്കോളൂ. ആയിരക്കണക്കിന് കുടുംബങ്ങൾ നശിക്കും ഞാനൊക്കെ സത്യം പറയാൻ തുടങ്ങിയാൽ. അത്രേ പറയുന്നുള്ളൂ. കാരണം പത്നി അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ പതി പറഞ്ഞിട്ടുണ്ടാവും, പതി അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ പത്നി പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് എങ്ങനെയാണ് അതിനെ ടാക്കിൾ ചെയ്യേണ്ടത്, പരിഹരിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ പോയി പറയാ, നിന്റെ പത്നി ഉണ്ടല്ലോ, അവൾ ഇങ്ങനെയാട്ടാ, മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ കുടുംബം നശിച്ചില്ലേ. അപ്പോൾ അതുകൊണ്ട് സത്യം പറയാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ കള്ളം പറയില്ല എന്നുള്ളൊരു ഉറപ്പുണ്ട്. അപ്പം ഞാൻ കള്ളം പറയാറില്ല. ഉണ്ട് സ്വാമി, തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ സാധനം അത് പറയൂ. അതൊരു പേപ്പർ ഇങ്ങനെ ആണ്. അതുണ്ടല്ലോ, അത് ഉണ്ണീഷൻ കൊടുക്കാനുണ്ട്. ഞാൻ തന്നെയാ ഉണ്ണീഷൻ. നിങ്ങൾ ശങ്കരനല്ലേ? എൻ്റെ സ്വാമി, നാട്ടിലെല്ലാവരും എന്നെ ശങ്കരനാ വിളിക്കണത്. പക്ഷെ എൻ്റെ ഔദ്യോഗിക പേര് ഉണ്ണികൃഷ്ണൻ. അത് എനിക്കറിയണ്ടേ? ഒരു പ്രശ്നമില്ല, പ്രശ്നം തീർന്നു. ഇതേ ഉള്ളൂ പ്രശ്നം. മനസ്സിലായില്ല? എന്ത്? വൈഷ്ണവന്മാര് വിഷ്ണു എന്ന് പറയുന്നു, ശൈവന്മാര് ശിവൻ എന്ന് പറയുന്നു, ശാക്തേയന്മാർ ശക്തി എന്ന് പറയുന്നു, ഇനി വിശ്വകർമാവ് എന്ന് പറയുന്നു, ബ്രഹ്മാവ് എന്ന് പറയുന്നു, അള്ളാഹു എന്ന് പറയുന്നു, യഹോവ എന്ന് പറയുന്നു. ഇനി എന്തൊക്കെ ദൈവങ്ങളുണ്ടോ അതൊക്കെ പറയും. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ആ ഈശ്വരന്റെ അനേക പേരുകളാണ് പലതും. ഇത് മനസ്സിലാക്കിയ തല്ലിന്റെ ആവശ്യം ഇല്ല. ഇത്രയേ ഉള്ളൂ. എല്ലാ ദൈവത്തിനെ പറ്റി അല്ല പറഞ്ഞു, ഈശ്വരനെയാ പറഞ്ഞത്. ദൈവത്തിന് ദൈവം തന്നെയാ. അല്ലാണ്ട് കൃഷ്ണനെ പോയിട്ട് രാമാന്ന് വിളിച്ചാൽ എന്ത് ശരിയാണ്? അപ്പൊ കൃഷ്ണന്റെ അടുത്ത് പോയാൽ കൃഷ്ണൻ എന്നെ വിളിക്കണം, രാമാന്ന് വിളിക്കരുത്. ഒരു വിരോധം, അത് മതി. അങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമില്ല.
പുരാണങ്ങളിൽ നാരദ മഹർഷിയും മറ്റു ദേവഗണങ്ങളും മുനിമാരും പല സന്ദർഭങ്ങളിലായി കൈലാസത്തിലും വൈകുണ്ഠത്തിലും ബ്രഹ്മലോകത്തും ചെല്ലുമ്പോൾ അവരൊക്കെ ധ്യാനത്തിലാണെന്ന് കാണുന്നു. അവർ ആരെയാണ് ധ്യാനിക്കുന്നത്? അവർക്ക് മേലെ അവരെ നിയന്ത്രിക്കുന്നത് ആരെയാണ്? മറുപടി പറഞ്ഞു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്ന ഞാനാണ്. ഒരു സംശയമില്ല, അഹം തത്വത്തിനാസ്പദമായ പരമാത്മാവാണ്, പരബ്രഹ്മമാണ് എല്ലാവരാലും പല ഭാവങ്ങളിൽ ധ്യാനിക്കപ്പെടുന്നത്. അപ്പൊ വിഷ്ണു ധ്യാനിക്കുന്നത് എന്നെയാണ്, ശിവൻ ധ്യാനിക്കുന്നത് എന്നെയാണ്. ഈ എന്നെ എന്ന് പറഞ്ഞാൽ ഈ സാധനത്തെ അല്ലാട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ കത്തിപ്പോണ സാധനം ഇതിനെയല്ല, നമ്മുടെ ആത്യന്തികമായ സത്യത്തെയാണ്. മനസ്സിലാക്കുക. തൽക്കാലം ഉപസംഹരിക്കുന്നു. സന്തോഷം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അദ്വൈതാശ്രമത്തിന് അദ്വൈതാശ്രമം സത്സംഗം എന്നുള്ള മാസിക പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് 120 ഇഷ്യൂ പൂർത്തിയായി. 121ാമത്തേതാണ് ഈ ആഴ്ച ഇറങ്ങുക. 9 കൊല്ലമായിട്ട് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ 450 രൂപയാണ്. പക്ഷെ ഇപ്പം നിവൃത്തിയില്ല, 600 രൂപയാക്കി ഉയർത്താൻ നിർബന്ധിതരായിട്ടുണ്ട്. സ്വതവേ തന്നെ പ്രതിവർഷം 8 ലക്ഷത്തോളം നഷ്ടം ഉണ്ടതിന്. അത് കൂടാതെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനുള്ള തപാൽ ഇളവ് പിൻവലിച്ചത്. 10 രൂപ 80 പൈസ വേണ്ടെടുത്ത് 120 രൂപ വേണം. 10 രൂപ 80 പൈസയുടെ സ്ഥാനത്ത് 120 രൂപ വേണം. 10 അധികമായി. അപ്പോൾ 600 രൂപയാക്കിയിട്ടുണ്ട്. പക്ഷേ ഓരോ ഗൃഹത്തിലും നിശ്ചയമായി ഉണ്ടാവണം എന്ന് നമ്മൾ പറയുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. അത് അദ്വൈതാശ്രമം നടക്കുന്നതുകൊണ്ട് നന്നാക്കി പറയാനല്ല, അത്തരം പറയുന്ന സ്വഭാവം നമുക്കില്ല. കാരണം വേദാന്തം പഠിക്കാൻ, ധർമ്മശാസ്ത്രം പഠിക്കാൻ, കുട്ടികൾക്ക് ധർമ്മപ്രബോധനം നൽകാൻ, സംസ്കൃത ഭാഷ പഠിക്കാൻ, സമകാലീന ഹിന്ദു സാഹചര്യങ്ങളെയും ഭാരതത്തിൻ്റെ സാഹചര്യത്തെയും ധീരതയോടുകൂടി ചർച്ച ചെയ്യാൻ എല്ലാം ഉതകുന്ന വിഭവങ്ങൾ അതിലുണ്ട്. നല്ല പേപ്പറിലാണ് അടിക്കുന്നത്. എന്തിനൊക്കെ നമ്മൾ പൈസ ചിലവാക്കും. ഒരു 600 രൂപ മാറ്റി വെച്ചാൽ വീട്ടിൽ 12 ഇഷ്യൂ എത്തും. ഞാൻ വായിക്കില്ല സ്വാമി, നീയൊന്നും വായിക്കണ്ട. പിന്നെ എന്തിനാ വാങ്ങണത്? സന്ദർശകരൊക്കെ വരുന്ന മുറിയിൽ കാണുന്ന മാതിരി ടേബിളിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ടീപ്പോയിൻ്റെ മുകളിൽ വെക്കുക. അത് വലിയൊരു മെസ്സേജാണ്. ശരി, സന്തോഷം. ചേരാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്, വേണ്ടവർക്ക് ചേരാം. ഇന്നെ ചേർന്നോളണമെന്നില്ല, ഇല്ലെങ്കിൽ ലിസ്റ്റൊക്കെ ഇവിടെ കൊടുത്താലും മതി. സുരേഷ് വർമ്മ